യുദ്ധം വളരെ വേദനിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. അതിനകത്ത് ഒരുപാട് ദുഃഖങ്ങളും നഷ്ടങ്ങളും നാശങ്ങളും ഒക്കെ മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനിടയിലും ചില രസകരമായ തമാശകൾ പങ്കുവെക്കപ്പെടുന്നത് കേൾക്കാനൊരു രസമുള്ളതായതുകൊണ്ട് ഈ കുവൈറ്റുകൾ ഒപ്പിച്ച ഒരു പണിയെക്കുറിച്ച് ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. അത് പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ട്രംപ് മച്ചമ്പി കരയുദ്ധം തുടങ്ങാൻ നേരമായി, അതങ്ങ് തുടങ്ങിക്കളയും എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് യൂട്ടേൺ അടിച്ച് കളിക്കുന്നതിൻ്റെ ഒരു കാര്യം എന്തെന്നറിയോ? ഈ മിഡിൽ ഈസ്റ്റിലൊന്നും ഇനി US ബേസ് ഒന്നും കാര്യമായ ഒന്നുമില്ല. അടിച്ച് അരി പൊട്ടിച്ചു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ സാധാരണ, അതുപോലെ അടിച്ച് കുരു പൊട്ടിച്ച് കളഞ്ഞു. ഒട്ടുമിക്ക സ്ഥലങ്ങളിലെയും സ്ഥിതിവിശേഷം അങ്ങനെ തന്നെയാണ്. കാരണം എവിടിട്ടും അടിക്കുകയാണ്. US ബേസിനെയാണ് പ്രധാനമായും ഉന്നം വെക്കുന്നത്. അല്ലാതൊക്കെ ഒറ്റപ്പെട്ടൊക്കെ ഉള്ള ആക്രമണങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും US എംബസി, US ബേസ് ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സംഗതി ഇപ്പോൾ ഇത് പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കുവൈറ്റുകാരൊപ്പിച്ച ഒരു പണിയെന്ന പേരിൽ പല മുതിർന്ന അന്തർദേശീയ മാധ്യമപ്രവർത്തകരും അവരുടെ ട്വിറ്റർ പേജിലൊക്കെ പോസ്റ്റ് ചെയ്തൊരു ഫലിതമുണ്ടായിരുന്നു. പിന്നീട് അതൊക്കെ അവരങ്ങ് മാറ്റി. കാരണം അത് രസകരമായ സംഗതിക്ക് അപ്പുറത്തേക്ക് മറ്റ് പല ഭാഷ്യങ്ങളും വരുന്നതുകൊണ്ട്. അത് വേറൊന്നുമല്ല, ഇപ്പോഴത്തെ യുദ്ധത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ യുദ്ധത്തിനോടുള്ള സമീപനം മോരും മുതിരയും പോലെ കിടക്കുക എന്ന് പറഞ്ഞാൽ, മിഡിൽ ഈസ്റ്റിലെ നല്ലൊരു ശതമാനം സൈനികർക്കും അതുപോലെ തന്നെ ആളുകൾക്കുമൊക്കെ ഈ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും കടന്നുകയറ്റവും ഈ തോന്നിയാസവും 1% കൊണ്ടുപോലും അവർക്ക് മനസ്സുകൊണ്ടൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. അവർ അവരുടെ രാജ്യത്തിൻ്റെ കമാൻഡ് അനുസരിക്കുന്നു, അതിനെ പ്രതിരോധിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും ഈ അമേരിക്കൻ ബേസുകളിൽ ഈ ഇറാൻ നടത്തുന്ന അക്രമങ്ങളിലൊക്കെ മാനസികമായി അവർ വളരെ സംതൃപ്തരാണ്, സന്തോഷവാന്മാരാണ്, അവരുടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും. അതുകൊണ്ടാണ് ഈ കുവൈറ്റുകൾ ഒപ്പിച്ച പണിയെന്ന് പറഞ്ഞ് ഈ കഥ പറയുന്നത്. കുവൈറ്റുകൾ ഒരു സവിശേഷമായ മാനസികാവസ്ഥയുള്ള ആളുകളാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഈ അമേരിക്കയുടെ വിമാനം കുവൈറ്റുകളാണ് വെടിവെച്ചിട്ടത്, അബദ്ധത്തിൽ സംഭവിച്ചതാണെന്നൊക്കെ. അത് പലരും പറയുന്നത് അബദ്ധത്തിലൊന്നുമല്ല, യവന്മാരങ്ങനെ ഇപ്പോൾ സൂഹിക്കേണ്ടെന്നും പറഞ്ഞ് എന്നെ വെടിവെച്ചിട്ടാന്നാണ് പറയുന്നത്. എന്ന് മാത്രവുമല്ല, താഴെ വീണ് കഴിഞ്ഞ് ഈ പൈലറ്റിനെയൊക്കെ പിടിച്ച് ഡിക്കിക്കകത്ത് വെച്ച് വയറ് നിറച്ച് അടിയും കൊടുത്തു. പല സ്ഥലത്തും അടിയും കൊടുത്തു കഴിഞ്ഞിട്ട് പറയുന്നത് എന്തോന്നറിയോ? അയ്യോ, ഞങ്ങൾ വിചാരിച്ചത്ര ഇറാൻ ആളുകളായിരിക്കുമെന്ന്. എന്ന് വെച്ചാൽ അവരുടെ ഒരു മനസ്സും അവരുടെ ഒരു ശരീരഭാഷയും അവരുടെ ഒരു വികാരവുമൊക്കെ ഒരു കാര്യവുമില്ലാതെ വെറും അനാവശ്യമായി 2 യുദ്ധക്കുതിയന്മാരുണ്ടാക്കിയ ഒരു യുദ്ധമാണെന്ന ഭാഷയിൽ തന്നെയാണ് അവരിത്തരം കാര്യങ്ങളെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനോട് സ്വീകരിക്കുന്ന സമീപനവും പലയിടങ്ങളിലും അങ്ങനെയാണ്. ഈ അവരെ അടിക്കാൻ വേണ്ടിയുള്ള പല ശ്രമങ്ങളും ബോംബിടലുകളും ഒക്കെ നടത്തുമ്പോഴും സ്വയം ഒന്നും പറ്റാത്തവരെല്ലാം ആശ്വാസം കൊള്ളുകയും അഭിമാനിക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് പലപ്പോഴും ഈ മിഡിൽ ഈസ്റ്റിലെ പലരെയും നമ്മൾ അറിയുമ്പോഴും അതുമായി ബന്ധപ്പെട്ടവരുമൊക്കെ പറയുന്ന ഭാഷ്യം. കാരണം അത്രമേൽ എതിർപ്പുണ്ട് ഇവരുടെ ഈ ഏകപക്ഷീയമായ അക്രമങ്ങൾക്ക്. ഇപ്പോൾ ഇന്നൊരു ശ്രദ്ധേയമായ കാര്യമുണ്ട്. കനേഡിയൻ പ്രധാനമന്ത്രി നമ്മുടെ ഓസ്ട്രേലിയയിൽ പോകുന്നുണ്ട്. അദ്ദേഹം ഇന്ന് പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്യുമെന്ന് പറയുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട തീം എന്താണെന്ന് വെച്ചാൽ, ഈ വമ്പന്മാർ ചേർന്ന് ഈ ഇടത്തരം രാജ്യങ്ങളെയും ചെറു രാജ്യങ്ങളെയും ബുദ്ധിമുട്ടിക്കുന്നതിനെതിരെ അവരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലോകത്ത് 4-5 പേർ വിചാരിച്ചാൽ എന്ത് നടക്കുന്ന ഒരു സ്ഥിതിവിശേഷമെന്ന അപകടകരമായ സ്ഥിതിക്ക് ഒരു കൂച്ചുവിലങ്ങിടുക എന്നതാണത്രേ അദ്ദേഹത്തിൻ്റെ സന്ദർശനോദ്ദേശം. ഏതായാലും ഈ കുവൈറ്റുകളുടെ പരിപാടി വളരെ വിചിത്രമായിട്ടുണ്ട് ഈ യുദ്ധമുഖത്തും.